Okay, hello everyone. Now we are going to discuss about nephrotic syndrome. So nephrotic syndrome എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസീവ് പ്രോട്ടീനൂറിയ, ഹൈപ്പോ ആൽബുമിനീമിയ ആൻഡ് എഡീമ ആൻഡ് ഇൻ അസോസിയേഷൻ ടു ഇറ്റ് ഹൈപ്പർ ലിപ്പിഡീമിയ ഉണ്ട്. സോ മാസീവ് പ്രോട്ടീനൂറിയ എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 gram per meter square per day പോകുന്നതിനാണ് നമ്മൾ മാസീവ് പ്രോട്ടീനൂറിയ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ടേംഡ് ആസ് നെഫ്രോട്ടിക് റേഞ്ച് ഓഫ് പ്രോട്ടീനൂറിയ. ഇനി ഹൈപ്പോ ആൽബുമിനീമിയ, ആസ് വി നോ പ്രോട്ടീനൂറിയ ഉണ്ടാവുമ്പോൾ, അതായത് പ്രോട്ടീൻ യൂറിനിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ്റെ ലെവലും കുറയുകയാണ്, എസ്പെഷ്യലി ആൽബുമിൻ്റെ ലെവല്. സോ ഇറ്റ് കോസസ് ഹൈപ്പോ ആൽബുമിനീമിയ, അതായത് സിറം ആൽബുമിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ബിലോ 2.5 gram per deciliter. ഇനി പ്രോട്ടീൻ പോകുന്നു, ആൽബുമിൻ പോകുന്നു. സോ വി നോ ആൽബുമിൻ മെയിൻറ്റെയിൻസ് ദ ഓസ്മോട്ടിക് ലെവൽ ഓഫ് അവർ ബോഡി. അപ്പോൾ ആൽബുമിൻ്റെ കുറവുണ്ടാവുന്നത് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്, എഡിമ ഉണ്ടാവുന്നത്. ഇനി ഇത് മൂന്നുമാണ് നമ്മുടെ ക്ലാസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓഫ് നെഫ്രോട്ടിക് സിൻഡ്രോം അക്കോർഡിംഗ് ടു ദ റിവൈസ് 2021 ഗൈഡ് ലൈൻസ്. ഇനി അതിനു മുന്നേ നമ്മൾ ഹൈപ്പർ ലിപ്പിഡീമിയയും ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ട് എടുത്തിരുന്നു. ആൻഡ് സ്റ്റിൽ വി കുഡ് ഇൻക്ലൂഡ് ഇറ്റ്. ആൻഡ് ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഡ്യൂ ടു ദ ഹെപ്പാറ്റിക് സിന്തസിസ് ഓഫ് ബീറ്റാ lipoproteins. Okay, so these are the main characteristic features of nephrotic syndrome. Now on to the different types of nephrotic syndrome. നെഫ്രോട്ടിക് സിൻഡ്രത്തിനെ ബേസ്ഡ് ഓൺ ദ റീനൽ ഹിസ്റ്റോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക് നമുക്ക് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് മിനിമൽ ചേഞ്ച് നെഫ്രോട്ടിക് സിൻഡ്രോം വിച്ച് ഇസ് നോൺ MCNS ആൻഡ് നെഫ്രോട്ടിക് സിൻഡ്രോം വിത്ത് സിഗ്നിഫിക്കൻറ്റ് ലീഷൻസ്. സോ നമുക്ക് ഇൻ ഡീറ്റെയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് കാണാം. സോ മിനിമൽ ചേഞ്ച് ഡിസീസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി സീൻ ഇൻ 2 to 6 year old ചിൽഡ്രനിലാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് നെഫ്രോട്ടിക് സിൻഡ്രോം. ഒരു 90% പേഷ്യൻസിന് മിനിമൽ ചേഞ്ച് ഡിസീസ് കാരണമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാവുന്നത്. ഇനി ഇതിന്റെ പത്തോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നോ ദാറ്റ് ഗ്ലോമറുലസിനെ ലൈൻ ചെയ്യുന്ന പോഡോസൈറ്റ്സിനെ പറ്റി നമുക്കറിയാം. ഈ പോഡോസൈറ്റ്സിന്റെ ഫുഡ് പ്ലേറ്റ് ലോസ് ആവുകയോ അഥവാ ഇഫേസ്മെന്റ് എന്ന് നമുക്കറിയാം. ലോസ് ഓർ ഇഫേസ്മെന്റ് ഓഫ് ഫുഡ് പ്രോസസ് ഓഫ് പോഡോസൈറ്റ്സ് ആണ് എന്ത് കാരണമാകുന്നത്, ഈ പ്രോട്ടീനിന് ലോസിന് കാരണമാകുന്നത്. അപ്പം ഈ ഗ്ലോമറുലസ് പ്രോട്ടീനെ ഒരിക്കലും ഫിൽട്ടർ ചെയ്യത്തില്ല. ബിക്കോസ് പ്രോട്ടീൻ ഒരു ബൾക്കി സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ദർ ഇസ് നോ ഫിൽട്രേഷൻ ഓഫ് പ്രോട്ടീൻ. പക്ഷേ ഈ പോഡോസൈറ്റ്സിന്റെ ഫുഡ് പ്രോസസ്സിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെങ്കിൽ, ഒന്നുകിൽ ലോസ് അല്ലെങ്കിൽ ഇഫേസ്മെന്റ് ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പ്രോട്ടീനും കൂടെ യൂറിന്റെ കൂടെ ഇറങ്ങിപ്പോകും. ആൻഡ് ദിസ് കോസസ് മാസീവ് പ്രോട്ടീനൂറിയ, സബ്സിക്വന്റ്ലി കോസിംഗ് ഹൈപ്പോ ആൽബുമിനിയ ആസ് വെൽ ആസ് കോസിംഗ് എഡിമ. ഓക്കെ, നൗ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഡിസീസിൽ മെയിൻലി 3 ടൈപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് FSGS, വിച്ച് ഇസ് ഫോക്കൽ സെഗ്മെന്റൽ ഗ്ലോമറുലോസ്ക്ലീറോസിസ്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ, ഹയസ്റ്റ് ഇൻസിഡൻസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ആണ് ഉണ്ടാകുന്നതാണ് FSGS. ആൻഡ് ഇറ്റ് ഇസ് സീൻ ഇൻ സിക്കിൾ സെൽ ഡിസീസ് പേഷ്യൻസിൽ നമുക്ക് FSGS കാണാൻ സാധിക്കും. പിന്നെ MPGN, അതായത് മെംബ്രാനോ പ്രോലിഫറേറ്റീവ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. ഇതിൽ MPGN പല ടൈപ്സ് ഉണ്ട്, ടൈപ്പ് 1 ആൻഡ് അതർ ടൈപ്സ് 2. ഇതിനകത്ത് ടൈപ്പ് 1 എന്ന് പറയുന്നത് മോസ്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ലോ C3 ലെവൽസ് ആണ്. ഇനി പിന്നെ ഉള്ളതാണ് മെംബ്രാനസ് നെഫ്രോപ്പതി. ഇതിൽ ഹയസ്റ്റ് ഇൻസിഡൻസ് ഓഫ് ഹെമറ്റ്യൂറിയയും ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് സ്റ്റീറോയിഡ് റെസിസ്റ്റന്റ്. സോ നമുക്ക് 3 ടൈപ്സ് ഉണ്ട് മെയിൻലി, FSGS, MPGN ആൻഡ് മെംബ്രാനസ് നെഫ്രോപ്പതി. ഇതിലേക്ക് നമ്മളൊരു ക്ലാസിക്കൽ ഫൈൻഡിങ് ആണ് നമ്മൾ പറഞ്ഞത്. FSGSലാണെങ്കിൽ ഹൈപ്പർ ടെൻഷന്റെ ഹയസ്റ്റ് ഇൻസിഡൻസും ഉണ്ട്, സിക്കിൾ സെൽ പേഷ്യൻസിലാണ് കൂടുതലും കാണുന്നത്. ഇനി MPGN ആണെങ്കിൽ ടൈപ്പ് 1ലാണ് ലോ C3 ലെവൽസ് കാണുന്നത്. മെംബ്രാനസ് നെഫ്രോപ്പതിയിൽ ഹെമറ്റ്യൂറിയ ഉണ്ടാവും ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് സ്റ്റീറോയിഡ് റെസിസ്റ്റന്റ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു കമ്പാരിസൺ ചാർട്ട് കാണാം. ഓക്കെ, അപ്പം മിനിമൽ ലീഷൻ സിഗ്നിഫിക്കൻറ്റ് ലീഷനിലും ഫസ്റ്റ് ഏജ് നോക്കുകയാണെങ്കിൽ 2 to 6 year old ആണ് മിനിമൽ ലീഷനിൽ കാണുന്നത്. അതേസമയം സിഗ്നിഫിക്കൻറ്റ് ലീഷനിൽ ഓൾഡർ ചിൽഡ്രൻ ആണ് കൂടുതലും അഫക്റ്റഡ്. ഇനി സെക്സ് നോക്കുകയാണെങ്കിൽ ബോയ്സ് ആയിരിക്കും മോർ എഫക്റ്റഡ് ഇൻ മിനിമൽ ലീഷൻ ആൻഡ് ഇൻ സിഗ്നിഫിക്കൻറ്റ് ലീഷൻ ഈക്വലി എഫക്റ്റഡ് ആയിരിക്കും. ഹെമറ്റ്യൂറിയ വന്നിട്ട് മിനിമൽ ലീഷനിൽ റെയർ ആണ്. സോ വി നോ നെഫ്രൈറ്റിക് സിൻഡ്രോത്തിൽ ഹെമറ്റ്യൂറിയ ഉണ്ടായിരുന്നു, അതേസമയം നെഫ്രോട്ടിക്കിൽ ഹെമറ്റ്യൂറിയ ഇസ് നോട്ട് പ്രസന്റ്. അപ്പം മിനിമൽ ലീഷനിൽ ഇത് ആബ്സെന്റ് ആണ്. ഇനി സിഗ്നിഫിക്കൻറ്റ് ലീഷനിൽ ഇത് റെയർ ആയിട്ട് യൂഷ്വലി കാണാറുണ്ട്. ഓക്കെ, ഇനി ബ്ലഡ് പ്രഷർ
ബ്ലഡ് പ്രഷർ ഇസ് നോർമൽ ഇൻ മിനിമൽ ലീഷൻ, അതേസമയം സിഗ്നിഫിക്കൻറ്റ് ലീഷനിൽ ഇൻക്രീസ്ഡ് ആണ്. നമുക്കറിയാം ബ്ലഡ് പ്രഷർ കൂടുതലും ഇൻസിഡൻസ് ഉണ്ടാവുന്നത് FSGSലാണ്. ഇനി GFR വന്നിട്ട് മിനിമൽ ലീഷനിൽ നോർമലാണ്, അതേസമയം സിഗ്നിഫിക്കൻറ്റ് ലീഷനിൽ ഇറ്റ് ഈസ് ഡിക്രീസ്ഡ്. റീനൽ ബയോപ്സി എടുത്ത് നോക്കുകയാണെങ്കിൽ മിനിമം ലീഷനിൽ നമ്മുടെ പേര് പോലെ തന്നെ മിനിമം ലീഷനാണ്. അപ്പം നോർമൽ ഗ്ലോമെറുലയാണ്. ഇതിനകത്ത് മെസാഞ്ചിയൽ പ്രൊലിഫറേഷൻ മൈൽഡായിട്ട് കാണാൻ സാധിക്കും. അതേസമയം സിഗ്നിഫിക്കൻറ്റ് ലീഷൻസിൽ ഒരു സിവിയറിറ്റി അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇത് കൂടാതെ ഇമ്മ്യൂണോഗ്ലോബുലിൻ C3 ഒക്കെ ഒരു ഡിപ്പോസിഷൻ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ലീഷനിൽ കാണാൻ സാധിക്കും. ഇനി സീറം C3 ലെവൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോർമൽ ഇൻ മിനിമം ലീഷൻ and in significant lesion it is low. Normal in minimal and low in significant. അപ്പം നമ്മൾ പറഞ്ഞു സീറം C3 ലെവൽ ഏറ്റവും കൂടുതൽ കുറയുന്നത് MPGN type 1-ലാണ്. ഇനി പ്രോട്ടീനൂറിയ കൂടുതൽ നോക്കുകയാണെങ്കിൽ മിനിമം ലീഷനിലാണ് ഹൈ പ്രോട്ടീനൂറിയ ഉണ്ടാവുക, ലോ പ്രോട്ടീനൂറിയ ഇൻ സിഗ്നിഫിക്കൻറ്റ് ലീഷൻ. റെസ്പോൺസ് ടു സ്റ്റിറോയിഡ്സ് എന്ന് പറയുമ്പോൾ ഹൈലി റെസ്പോണ്ട് ചെയ്യുന്നത് മിനിമം ലീഷനാണ്, സിഗ്നിഫിക്കൻറ്റ് ലീഷൻ അത്രയും റെസ്പോണ്ട് ചെയ്യത്തില്ല. ആൻഡ് പ്രോഗ്നോസിസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗുഡ് പ്രോഗ്നോസിസ് മിനിമം ലീഷനാണ്. സോ നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ലീഷനിൽ 2 to 6 year oldലാണ് വരുന്നത്, കൂടുതലും ഹയർ ഇൻ ബോയ്സ് ആണ്. ഇതിനകത്ത് BP, GFR, റീനൽ ബയോപ്സി ഒക്കെ ഓൾമോസ്റ്റ് നോർമലാണ്. സീറം C3 ലെവലും നോർമലാണ്. പ്രോട്ടീനൂറിയ ഹൈ ആണ് ആൻഡ് സ്റ്റീറോയിഡ്സിനോട് നല്ലോണം റെസ്പോണ്ട് ചെയ്യും ആൻഡ് പ്രോഗ്നോസിസ് ഇസ് ഗുഡ്. അതേസമയം സിഗ്നിഫിക്കൻറ്റ് ലീഷൻ വരുവാണെങ്കിൽ ഓൾഡർ ചിൽഡ്രനിലാണ് കൂടുതൽ കാണുക, ഈക്വലി അഫക്റ്റഡ് ഇൻ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ഹെമറ്റൂറിയ യൂഷ്വലി കാണാറുണ്ട്, BP എലവേറ്റഡ് ആയിരിക്കും, GFR കുറവ്, സീറം C3 കുറവായിരിക്കും, ആസ് വെൽ as പ്രോട്ടീനൂറിയയും. പിന്നെ സ്റ്റീറോയിഡ്സിനോട് വലുതായിട്ട് റെസ്പോണ്ട് ചെയ്യത്തില്ല. പ്രോഗ്നോസിസ് വന്നിട്ട് വേരി ചെയ്യും. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. സോ ടോക്കിംഗ് അബൌട്ട് ദി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് നെഫ്രോട്ടിക് സിൻഡ്രോം, ഇനീഷ്യലി ഉണ്ടാവുന്ന ഒരു സിംറ്റമാണ് എഡിമ. സോ ഫസ്റ്റ് ഉണ്ടാവുന്ന പെരി ഓർബിറ്റൽ എഡിമയാണ് ഉണ്ടാവുക. അപ്പം അത് പെരി ഓർബിറ്റലി ഉണ്ടായതിനു ശേഷം അത് സബ്സിക്വന്റ്ലി ലെഗ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതിനുശേഷം ഈ എഡിമ ജനറലൈസ് ചെയ്യും. അതായത് ആദ്യം പെരി ഓർബിറ്റൽ വന്നു, പിന്നെ ലെഗ്സിലോട്ട് വന്നു, പിന്നെ അതിനുശേഷം വേറെ പല ഭാഗത്തും കാണാൻ തുടങ്ങും. വിച്ച് കോസസ് അസൈറ്റിസ്, ഹൈഡ്രോത്രാക്സ് ആൻഡ് ഹൈഡ്രോസീൽ. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് എഡിമ. എഡിമ എന്ന് പറയുന്നത് ഇൻസീഡിയസ് ഇൻ ഓൺസെറ്റ് ആണ്. ഫസ്റ്റ് നോട്ടീസ് അറൌണ്ട് ദ ഐസ് ആൻഡ് സബ്സിക്വന്റ്ലി ഓൺ ലെഗ്സ്. ഇനി ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഇത് സോഫ്റ്റ് ആയിരിക്കും ആൻഡ് ഒരു പിറ്റിംഗ് എഡിമയും കൂടാണ് ഈ എഡിമ എന്ന് പറയുന്നത്. അതാണ് എഡിമയെ പറ്റി പറയാനുള്ളത്. സോ ഫസ്റ്റ് പെരി ഓർബിറ്റൽ, പിന്നെ പീഡ്, പിന്നെ ജനറലൈസ്ഡ് ആയിട്ട് കാണാം. പ്രോട്ടീനൂറിയ നമ്മൾ പറഞ്ഞ പോലെ 1 gram/m²/day ആണ് ഈ പ്രോട്ടീനൂറിയ, പ്രോട്ടീൻ ഇൻ യൂറിൻ ലെവലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കൂടാതെ നമുക്ക് യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിനിൻ റേഷ്യോയും എടുത്തു നോക്കാം. ആ യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിനിൻ റേഷ്യോ എന്ന് പറയുന്നത് നോർമലി <0.2 ആണ്. ബട്ട് ഇപ്പൊ മോർ ദാൻ 2 കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് മാസീവ് പ്രോട്ടീനൂറിയ. ഇത് കൂടാതെ ഡിപ്സ്റ്റിക് ടെസ്റ്റ് നമുക്ക് ചെയ്തു നോക്കാം. ഡിപ്സ്റ്റിക് ടെസ്റ്റിൽ 3+ അഥവാ 4+ ആയിരിക്കും കാണിക്കുക. ഇനി നമ്മുടെ ഈ യൂറിനിലൂടെ പ്രോട്ടീൻസ് മാത്രമല്ല പോകുന്നത്, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആസ് വെൽ as കോംപ്ലിമെന്റ് പ്രോട്ടീൻസ്. അപ്പൊ ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻസിന്റെ ലോസ് കാരണം എന്ത് സംഭവിക്കും? there is increased risk of infections. So these are the main clinical features seen. ഇനി ലാബ് ഫൈൻഡിങ്സ് ആസ് യൂഷ്വൽ നമ്മൾ ഫസ്റ്റ് യൂറിൻ പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്ത് നോക്കും. ആൻഡ് യൂറിൻ പ്രോട്ടീൻ ടെസ്റ്റിൽ എന്ത് സംഭവിക്കും? നെഫ്രോട്ടിക് റേഞ്ചിൽ പ്രോട്ടീനൂറിയ ആണ്. വാട്ട് ഇസ് നെഫ്രോട്ടിക് റേഞ്ച്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ യൂറിനിൽ 1 gram/m²/day പ്രോട്ടീൻ കാണുകയാണെങ്കിൽ മാസീവ് പ്രോട്ടീനൂറിയ അഥവാ നെഫ്രോട്ടിക് റേഞ്ച് പ്രോട്ടീനൂറിയയാണ്. ഇത് കൂടാതെ യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിനിൻ റേഷ്യോ എടുക്കുമ്പോൾ മോർ ദാൻ 2 ആൻഡ് ഡിപ്സ്റ്റിക് ടെസ്റ്റിൽ +3 അല്ലെങ്കിൽ +4 വരികയാണെങ്കിൽ അത് നെഫ്രോട്ടിക് റേഞ്ച് പ്രോട്ടീനൂറിയ എന്ന് നമുക്ക് പറയാം. ഇനി അത് കൂടാതെ സീറം ലെവൽ നമ്മൾ ബ്ലഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലഡിൽ സീറമിന്റെ ആൽബുമിൻ ലെവൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ലെസ് ദാൻ 2.5 mg/dL. ഇറ്റ് ഈസ് ഓൾസോ എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഇൻ നെഫ്രോട്ടിക് സിൻഡ്രോം. പിന്നെ യൂറിൻ ക്രിയാറ്റിനിൻ ലെവൽസ് നോർമൽ ആയിരിക്കും. റീനൽ ബയോപ്സിയുടെ ആവശ്യം നെഫ്രോട്ടിക് സിൻഡ്രോമത്തിൽ ഇല്ല. ഇനി നമുക്ക് ഇതിന്റെ മാനേജ്മെന്റിനെ പറ്റി പറയാം. ഇനീഷ്യൽ എപ്പിസോഡ്സിൽ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ മെഷേഴ്സ്, അതായത് ഇനീഷ്യലി നമുക്ക് ഡയറ്ററി മെഷേഴ്സ് എടുക്കാം. ഡയറ്ററി മെഷേഴ്സ് നമുക്കറിയാം പ്രോട്ടീൻ ലോസ് നമ്മുടെ ബോഡിയിൽ നല്ലോണം നടക്കുന്നതുകൊണ്ട് നമുക്ക് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കാം. അതുപോലെ തന്നെ
സോൾട്ട് റെസ്ട്രിക്ട് ചെയ്യുക. ഓൾറെഡി നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എഡിമയായിട്ടിരിക്കുകയാണ്. അപ്പം സോൾട്ട് എടുക്കുന്നതിലൂടെ എഡിമ കൂടുകയേ ചെയ്യത്തുള്ളൂ. സോ സോൾട്ട് റെസ്ട്രിക്ഷനും ഉണ്ടാവണം. സോ ഹൈ പ്രോട്ടീൻ ഡയറ്റും സോൾട്ട് റെസ്ട്രിക്ഷനും ഉണ്ടാവണം. സോൾട്ട് എത്ര യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് മതിയാവും. എക്സ്ട്രാ സോൾട്ട് ആവശ്യമില്ല. പിന്നെ അത് കൂടാതെ നമ്മൾ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ TBക്ക് സ്ക്രീൻ ചെയ്യുകയും വേണം. ഇനി എഡിമ എങ്ങനെ മാനേജ് ചെയ്യണം? എഡിമ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഡയൂററ്റിക്സ് യൂസ് ചെയ്യാം. ഡയൂററ്റിക്സ് എന്ന് പറയുമ്പോൾ മെയിൻലി ഫുറോസമൈഡ് ഒരു 1 to 4 mg/kg/day 2 ഡിവൈഡഡ് ഡോസസ് ആയിട്ട് യൂസ് ചെയ്യാം. ഏത് ഫുറോസമൈഡ് ഒറ്റയ്ക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ കമ്പൈനിങ് വിത്ത് സ്പൈറനോലാക്ടോൺ. സ്പൈറനോലാക്ടോണിന്റെ അളവ് ഇവിടെ 2 to 3 mg/kg/day എടുക്കണം ഇൻ 2 ഡിവൈഡഡ് ഡോസസ്. പിന്നെ ഡയൂററ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ കോഷ്യസ്ലി യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എക്സസീവ് ഫ്ലൂയിഡ് ലോസ് ഉണ്ടാവാം. സോ അങ്ങനെ നമുക്ക് എഡിമേനെ മാനേജ് ചെയ്യാം. ഇനി പേരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് വിത്ത് ദ പാരൻസ് അബൌട്ട് ദ ഡിസീസ്, അബൌട്ട് ഇറ്റ്സ് പ്രോഗ്നോസിസ് ആൻഡ് ഓൾസോ അവരെ ട്രെയിൻ ചെയ്യാൻ വേണം. അതായത് നമുക്ക് വീട്ടിൽ തന്നെ യൂറിൻ പ്രോട്ടീൻ ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് അവരെ ട്രെയിൻ ചെയ്യാൻ വേണം. ബൈ ട്രെയിനിങ് ദം വി വിൽ ബി ഏബിൾ ടു പീരിയോഡിക്കലി ഡിറ്റക്ട് റിലാപ്സ് ഏർലി. പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്ന സമയത്ത് ഡയറ്ററി റെസ്ട്രിക്ഷൻസ് വരുത്തേണ്ട കാര്യമില്ല. ചെക്ക് ചെയ്യുക, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. ഇനി സബ്സിക്വന്റ് ആയിട്ട് ഉണ്ടാവുന്നത്, അതായത് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത് കൂടുതലും റിലാപ്സ് ഉള്ള ഒരു കണ്ടീഷനാണ്. കൂടുതൽ റിലാപ്സ് ഉണ്ടാവും, പക്ഷെ ചില കുട്ടികളിൽ ഒരു എപ്പിസോഡ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സോ ബേസ്ഡ് ഓൺ ദ റിലാപ്സിന്റെ ബേസിസിൽ നമുക്ക് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഇൻഫ്രീക്വന്റും ഫ്രീക്വന്റും. ഇൻഫ്രീക്വന്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ലെസ് ദൻ 3 റിലാപ്സ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ, 3 കുറവ് റിലാപ്സേ ഒരു വർഷം ഉണ്ടാവുന്നുള്ളെങ്കിൽ നമുക്ക് അതിനെ ഇൻഫ്രീക്വന്റ് റിലാപ്സ് എന്ന് പറയും. ഫ്രീക്വന്റ് റിലാപ്സ് എന്ന് പറയുന്നത് മോർ ദാൻ 5 times a year ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഫ്രീക്വന്റ് എന്ന് പറയാം. ഇനി ഇത് കൂടാതെ വേറൊരു പാറ്റേൺ നമുക്ക് റിലാപ്സിന് പറയാം, സ്റ്റീറോയിഡ് ഡിപ്പെൻഡന്റും സ്റ്റീറോയിഡ് റെസിസ്റ്റന്റും. സ്റ്റീറോയിഡ് ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റീറോയിഡ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അന്നേരം ഉണ്ടാവുന്ന റിലാപ്സിനെ പറയുന്ന പേര്, അല്ലെങ്കിൽ ഒന്നും കൂടെ നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് സ്റ്റീറോയിഡ് ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നത്. സ്റ്റീറോയിഡ് റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രെഡ്നിസോളോൺ ഒന്നും കൊടുത്തിട്ടും ഒരു റെസ്പോൺസും ഇല്ല, അല്ലെങ്കിൽ ചെറിയ റെസ്പോൺസ് മാത്രമേ ഉള്ളൂ, അതിനെ സ്റ്റീറോയിഡ് റെസിസ്റ്റന്റ് എന്ന് പറയും. സോ റിലാപ്സ് എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, ഇൻഫ്രീക്വന്റ്, ഫ്രീക്വന്റ്. ഇൻഫ്രീക്വന്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 3 റെസ്പോൺസ് അല്ലെങ്കിൽ റിലാപ്സ് പെർ ഇയർ, ആൻഡ് ഫ്രീക്വന്റ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 4 റിലാപ്സ് പെർ ഇയർ. അതർ പാറ്റേൺസ് എന്ന് പറയുമ്പോൾ സ്റ്റീറോയിഡ് ഡിപ്പെൻഡന്റും സ്റ്റീറോയിഡ് റെസിസ്റ്റന്റും ആണ്. ഇനി റിലാപ്സ് വരുമ്പം നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളത്. അപ്പം റിലാപ്സ് കൂടുതൽ എപ്പോഴാണ് ഉണ്ടാവുക? ചെറിയ ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോഴാണ് റിലാപ്സിനുള്ള ചാൻസസ് കൂടുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഇൻഫെക്ഷനെ വേണം ആദ്യം ട്രീറ്റ് ചെയ്യാൻ. ഇനി ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും പ്രോട്ടീനൂറിയ ഉണ്ടെങ്കിൽ നമ്മൾ പ്രെഡ്നിസോളോൺ കൊടുക്കണം. പ്രെഡ്നിസോളോൺ 2 mg/kg/day കൊടുക്കണം. അണ്ടിൽ യൂറിൻ പ്രോട്ടീൻ ബിക്കംസ് നെഗറ്റീവ് ഓർ ട്രേസ് ഫോർ 3 consecutive days. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ആദ്യമേ അണ്ടർലൈൻ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യുന്നു, നമ്മൾ പ്രോട്ടീനൂറിയ ഉണ്ടെന്ന് കാണുമ്പോൾ പ്രെഡ്നിസോളോൺ കൊടുക്കുന്നു. പ്രെഡ്നിസോളോൺ കൊടുത്തിട്ട് എപ്പോഴാണ് യൂറിൻ പ്രോട്ടീന് നെഗറ്റീവ് ആകുക, അത് 3 consecutive days അല്ലെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് നോക്കുമ്പോൾ യൂറിൻ പ്രോട്ടീൻ ട്രേസ് ഒന്നെങ്കിൽ നെഗറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ട്രേസ് എമൗണ്ട്സിലെ കാണാൻ പാടുള്ളൂ. അത് വരുന്നവരെയും നമ്മൾ പ്രെഡ്നിസോളോൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അതിനുശേഷം ഒരു 1.5 mg/kg പ്രെഡ്നിസോളോൺ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് കൊടുത്താൽ മതി. അത് 4 weeks വരെ കൊടുക്കണം. ഇനി ഡ്യൂറേഷൻ, ട്രീറ്റ്മെന്റ് ഓഫ് റിലാപ്സ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു 5 to 6 weeks വരെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടി വരും റിലാപ്സിനെ. എക്സ്റ്റെൻഡിങ് തെറാപ്പി ഡസ് നോട്ട് ഇംപ്രൂവ് ഔട്ട്കം. നമ്മളിപ്പം അതിന് ആ ഒരു 6 weeksന് ശേഷം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകത്തില്ല. മെയിൻലി 5 to 6 weeks ആണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ലാസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഫസ്റ്റ് 2 to 3 റിലാപ്സസിനൊക്കെ നമ്മൾ മേളിൽ പറഞ്ഞതുപോലെ തന്നെ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ റിലാപ്സ് വരുന്നതനുസരിച്ച് നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്യും. അതായത് ഓരോ ഇൻഡിവിജ്വലിനും അവരുടെ റിലാപ്സ് പാറ്റേൺ അനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് മാറ്റും. അല്ലാത്തപ്പോൾ ആദ്യത്തെ 2-3 റിലാപ്സ് പാറ്റേണിൽ നമ്മൾ ഈ പ്രോട്ടീൻസോളോൺ കൊടുക്കുകയും ആദ്യം ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യും, പിന്നെ പ്രോട്ടീൻസോളോൺ കൊടുക്കും till the urine protein becomes negative or trace. Okay, so this is the management part. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞ മാനേജ്മെന്റ് പാർട്ടിൽ ഇനീഷ്യൽ എപ്പിസോഡിൽ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ജനറൽ മെഷേഴ്സ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, സോൾട്ട് റെസ്ട്രിക്ഷൻ,
അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യുക. എഡിമേനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് യൂസിങ് ഡയോററ്റിക്സ്. പിന്നെ പാരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും സബ്സിക്വന്റ് കോഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കുന്നത്. സബ്സിക്വന്റ് കോഴ്സിൽ ഫ്രീക്വന്റ് ഇൻഫ്രീക്വന്റും ഉണ്ട്. അതർ പാറ്റേൺസിനെ പറ്റി നമ്മൾ പഠിച്ചിരിക്കണം. ഇനി റിലാപ്സ് ഉണ്ടാകുമ്പോൾ മാനേജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മൈനർ ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യുക, പ്രെഡ്നിസോളോൺ കൊടുക്കുക. പിന്നെ അത് നെഗറ്റീവ് ആയതിനു ശേഷം ഒരു 4 വീക്സ് വരെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ 1.5 mg/kg കൊടുക്കുക. ഡ്യൂറേഷൻ നോർമലി ലാസ്റ്റ് ചെയ്യുന്ന 5 to 6 വീക്സ് ആണ്. പിന്നെ ഫസ്റ്റ് 2 to 3 റിലാപ്സിന് നമ്മുടെ നോർമൽ മാനേജ്മെന്റ് ചെയ്യുക. അതിനുശേഷം റിലാപ്സ് പാറ്റേൺ അനുസരിച്ച് ഓരോ കുട്ടിക്കും നമുക്ക് ഇൻഡിവിജ്വൽ പ്ലാൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കാം. സോ ദിസ് ഈസ് അബൌട്ട് നെഫ്രോട്ടിക് സിൻഡ്രോം. Case scenario: a 5-year-old male child presented with edema around eyes, which progressed to generalized edema in few days. He had normal urine output. Urine examination showed heavy proteinuria but no hematuria. സോ നമ്മൾ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. എഡിമ അത് ജനറലൈസ്ഡ് ആയി, പിന്നെ യൂറിൻ ഔട്ട്പുട്ട് നോർമൽ ആണ്, യൂറിൻ എക്സാമിനേഷനിൽ ഹെവി പ്രോട്ടീനൂറിയ ഉണ്ട്, നോ ഹെമറ്റ്യൂറിയ. സോ ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഓഫ് നെഫ്രോട്ടിക് സിൻഡ്രോം. So that's all about nephrotic syndrome. Thank you.